ഇവിടെ കണ്ടാൽ ആർക്കാടാ പ്രേമിക്കാൻ തോന്നാത്തത്? ബൈ ചേച്ചി. ബൈ ചേച്ചി. ധനുഷ്, ഇവന്മാർ രണ്ടുപേരും ചെയ്ത പോലെ പുറകെ കറങ്ങുന്ന ഞാൻ നിൽക്കില്ല. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചെന്ന് പറയാൻ പോവാ. ഇത് ശരി, നീ ധൈര്യമായിട്ട് നീ വേണമെങ്കിൽ കണ്ടോ, അവളെ എത്രയും പെട്ടെന്ന് ഞാൻ എന്റെ വലയിൽ വീഴ്ത്തും. ഇവിടെ അവൾ ഇങ്ങോട്ട് നോക്കുന്നതാ. രാരാ, നിന്നെയാടാ നോക്കുന്നേ? എന്നെയാണോ? എന്നെയാണോ വിളിച്ചേ? നിങ്ങളെ തന്നെയാ. ഇങ്ങോട്ട് വരൂ. എന്താടാ, കണ്ടല്ലേ? കണ്ട് പാടിക്കടാ. ഇതെന്താടാ അവൻ എണീറ്റ് പോകുന്നത്? അത് പെർമനന്റാ. ഇത് ടെമ്പററി ആണ്. നീ എന്തൊക്കെ പറയുന്നു? ടോട്ടലി കൺഫ്യൂഷൻ. ഒരു മാസത്തേക്ക് തേങ്ങ ഉടയ്ക്കാന്ന് പറഞ്ഞല്ലേ? ദിവസം 10 വെച്ചല്ല, 1 വെച്ച് ഉടയ്ക്കാവുന്ന. അത്രേ ഉള്ളൂ ഞങ്ങളുടെ ബഡ്ജറ്റ്. ഞങ്ങൾക്ക് പാവങ്ങളാണ് സ്വാമി. ശരീരം ചെറുതായിരിക്കും, പക്ഷെ ഞങ്ങളുടെ മനസ്സ് എന്തുമാത്രം വലുതാണെന്ന് ഹനുമാൻ സ്വാമിക്ക് അറിയാമോ? സാരമില്ല, അടുത്ത ജന്മം ഞാനുണ്ടല്ലോ ഒരു ബോഡി ബിൽഡറായിട്ട് മാറും. ഫോൺ വിളിക്കൂ. ഓക്കെ, ബൈ. കണ്ടില്ലേ? ഹോളിവുഡിൽ നിന്ന് ഇറങ്ങിയ സിനിമ. ഒന്ന് മിണ്ടായിരിക്കടാ. അവളുടെ സൗന്ദര്യം കണ്ടില്ലേ അച്ഛനെ? ചിരിക്കുന്നടാ. എന്റെ ചങ്കി തകർന്നളിയാ. കൊണ്ടുകൂടെ പോക്കണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചാ ചോദിക്ക. ഇല്ലാന്ന് പറയോ? നീ എന്ത് വേണമെന്ന് ചോദിക്ക. ആ 4 പേരോടും ഫൈറ്റ് ചെയ്യണം. അവന്മാരുടെ അടുത്തോ? ആ 4 പേരുടെ അടുത്ത് വേണ്ട, ഞാൻ ഇറങ്ങാം. ഏയ്, അവരെന്നെ കളിയാക്കിയതാണ്. അടിച്ച് ഷേപ്പ് മാറ്റണല്ലോ. പക്ഷെ കണ്ടിട്ടേ നല്ല അമൂൽ ബേബി പോലെ ഉണ്ട്. അടിക്കാനും തോന്നുന്നില്ല. അമുൽ ബേബിനെ പോലെയാണെങ്കിലും അവര് പോലീസിനെ തന്നെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. പ്ലീസ് പ്ലീസ് പ്ലീസ്, എനിക്ക് വേണ്ടി അവന്മാരോട് ഫൈറ്റ് ചെയ്യ്. നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം. താങ്ക് യു ഉമ്മ. എങ്ങനെ ഉണ്ടായിരുന്നു? വെരി സ്ട്രോങ്. നീ വാ, കേറ്. എവിടേക്കാ? നിനക്കൊരു സ്ഥലം കാണിച്ചു തരാം, വാ. അങ്ങനെ ഓക്കെ ആയി. ഫൈവ് മിനിറ്റ്സ്, ഞാൻ ഇപ്പൊ വരാവേ. ഏയ്, ഒരു മിനിറ്റ്.
ഇനി മുതൽ ഞാൻ നിനക്കുള്ളതാണ്, നീ എനിക്കുള്ളതാണ്. വാട്ട് ഈസ് ദിസ്? നീ എന്റെ സുഹൃത്താണ്, സുഹൃത്ത് മാത്രം. ദാറ്റ്സ് ഇറ്റ്. അതെ, പുറം ലോകത്തിന് വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്, ബട്ട് ഐ ലവ് യു സന. ഐ എം സോറി. നിന്നെ നല്ലൊരു ഫ്രണ്ടായിട്ട് ഞാൻ കരുതിയത്. എന്നെ ഫോഴ്സ് ചെയ്യില്ലേ? ഈ തമാശ നിർത്ത് സന. ആഞ്ജനേയ സ്വാമിയുടെ മേലെ സത്യം ചെയ്ത് പറയുക, എനിക്ക് നിന്നോട് അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ നിനക്ക് തരാൻ വാങ്ങിച്ചതാ. അറ്റ്ലീസ്റ്റ് കാവേരിക്കെങ്കിലും കൊടുക്കായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് കാവേരി നദിയിൽ ഒഴുക്കിക്കളയാനാ. അവൾ എവിടെ സ്നേഹിച്ചെന്നാ ഈ പറയുന്നത്? വെറും നേരം പോക്കിന് കാണിക്കുന്നതല്ലേ ഇതൊക്കെ? വെറും ആഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം ഒന്നും സാധിക്കാൻ പറ്റില്ലടാ. ഇതുവരെ ആരും ആഗ്രഹിച്ചതൊന്നും ആർക്കും കിട്ടിയിട്ടുമില്ല. ശരിക്കും പറഞ്ഞാൽ നിന്നെ പോലെ ബോഡിയുള്ളവന്മാരെ ഒന്നും പെണ്ണുങ്ങളൊന്നും നോക്കില്ലടാ. എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അറിയാം, നീ ഒന്ന് വാ അടയ്ക്ക. അവളെന്നാ ഭൂലോക സുന്ദരിയാണോ? അവളില്ലെങ്കിൽ അവളുടെ അമ്മ. ഡാ വേണ്ട, റെസ്പെക്ട് ടു മെൻസ്. സോറി അളിയ, ഒരു ഡയലോഗിന്റെ ഫ്ലോയിലൊക്കെ വന്നു പോയതാ. ദൈവമേ, ഇത് എന്തൊരു കളിയാണ്. അവൾ ആർക്കും വളയുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ അവൾ ഗ്രേറ്റ് ആണ്. നീയോ? എന്റെ അടുത്ത് അവള് വീടില്ല, പിന്നെ നിന്റെ അടുത്ത്. ബട്ട് ഐ ക്യാൻ. നിന്നെ കൊണ്ട് പറ്റുവളിയാ. നീയാണ് അവൾക്ക് പറ്റിയത് ഒരു പാഠം പഠിപ്പിക്കാൻ. അതെ അതെ, ഇവൻ വലിയ ഹീറോ അല്ലേ. ഇവൻ പറഞ്ഞുടനെ അവൾ അനുസരിക്കാനല്ലേ പോന്നെ. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടണമെങ്കിൽ അതിന് ഹീറോ ആവേണ്ട ആവശ്യമില്ല. ഇംപ്രസ് ചെയ്യുന്നവർ ആരായാലും അവളുടെ മനസ്സിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കണം. അതാണ് കാര്യം. കപ്പാസിറ്റിയും ഇലക്ട്രിസിറ്റിയും ഒന്നും വേണ്ട. ആ ബോർഡും പിടിച്ച് അവിടെ ഇരിക്കാൻ നോക്ക്. എന്താ മനസ്സിലായില്ലേ? നിങ്ങളെല്ലാരും തോറ്റതാ. ആരും സംസാരിക്കണ്ട. നിങ്ങളെല്ലാരും ട്രൈ ചെയ്തതല്ലേ. അവനും ഒരു ചാൻസ് കൊടുക്ക്. ട്രൈ ചെയ്ത് നോക്കട്ടെ. ആരും അവനെ ഒന്നും പഠിപ്പിക്കണ്ട. ശരിടാ, നിനക്കൊരു ചാൻസ് തരാം. പറ്റുമെങ്കിൽ നീ അവളെ ഇംപ്രസ് ചെയ്യുക. ഗണപതി നിന്റെ കൂടെ ഉള്ളതുകൊണ്ട് വിനായക ചതുർത്ഥി വരെ നിനക്ക് സമയം തരാം. നിനക്ക് പറ്റുമെങ്കിൽ അവളെ വളച്ചെടുക്ക്. പിന്നെ സൂപ്പർ മച്ചാ. ഇംപ്രഷൻ, ഡിഫറെന്റ് അപ്രോച്ച്, സ്റ്റൈൽ, ഓഹോ, അട്രാക്ഷൻ എന്റെ അമ്മോ. ആൻഡ് ഡെയർനെസ്. പറയടാ ഗണപതി പപ്പാക്ക് ജയ്. ഏട്ടാ, വണ്ടി നിർത്ത്. ഗണപതി പൂജയ്ക്കുള്ള കളക്ഷനാണ്. തരൂ ഏട്ടാ, നിർത്തടാ, വണ്ടി നിർത്ത്. നമസ്കാരം. ഗണപതി പാപ്പ. ഒരു 500 ഉറുപ്പിക എടുക്കാം. മോര്യ. ഏയ് ഇങ്ങോടാ. എന്നെയാണ് സർ. ആ നിന്നെ തന്നെ വാ. സർ നമസ്കാരം സർ. നിന്റെ പേരെന്താ? കലേഷ് എന്നാണ് സർ. എവിടെയാണ് നിന്റെ കവചം? സാർ അത് ഇന്നലെ ദേ ഇവിടെ നടന്ന അടിപൊളിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു നിനക്ക് വല്ല ഐഡിയ ഉണ്ടോടാ? എന്തുവാടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? സാർ, ഒരു പെണ്ണിനോട് 5 ആമ്പിളേർ ഉണ്ടായിരുന്നു. എനിക്ക് അവരെയാണ് സംശയം. ഒരു പെണ്ണും 5 പയ്യന്മാരും. അവര് കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഏട്ടാ, കാശ് ചേട്ടാ. ഏട്ടാ, കാശ് തരുന്നേ. ഏട്ടാ, ഒന്ന് സഹായിക്കേട്ടാ. ആ കൂട്ടത്തിൽ നല്ല ഹൈറ്റ് ഉള്ള ഹെൽമെറ്റ് വെച്ച് ഒരുത്തരുണ്ടായിരുന്നു. അവനെ കണ്ടാൽ മോസ്റ്റ്ലി ഹെൽമെറ്റ് കളനെ പോലെ ഉണ്ട്. ആ പിന്നെ എന്താ കുട്ടികളെ വേണ്ടത്? ഇട്ടോളൂ ചേട്ടാ. ഇട്ടോളൂ. ഓ, ഞാൻ അറിയാതെ നീ കളക്ഷൻ ചെയ്യുകയാണോ? ഇപ്പൊ ശരിയാക്കി തരാം. എന്താണ് നീ പറയുന്നത്? അയ്യോ സാർ, ഞാൻ സത്യമാണ് പറഞ്ഞത്. ഇന്നലെ ഈ സ്ഥലത്ത് ഒരു അടിപിടി ഉണ്ടായിരുന്നില്ലേ? അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? സാർ, അന്ന് എന്താ സംഭവിച്ചെന്ന് വെച്ചാ, അത് കഴിഞ്ഞ് എന്താ നടന്നതെന്ന് എനിക്കറിയില്ല സാർ. സാർ ഇല്ല സാർ,